അപ്പം എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാ ചങ്കുകളും ഗടികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ 2023 കണ്ട ഒരു നല്ല തമിഴ് ഫിലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യാതൊരു സംശയമില്ലാതെ പറയുന്ന ഒരു പടം വിടുതലയാണ്. ഇതിൽ സൂര്യയുടെ പെർഫോമൻസ്, വെട്രിമാരൻ എന്നൊരാളെ നമുക്കറിയാം, ആളെ പടങ്ങൾ നമുക്കറിയാം, ആളെ പറയുന്ന ജാതി വ്യവസ്ഥ, പൊളിറ്റിക്സ് ഒക്കെ ഭംഗിയായിട്ട് പറയുന്നു. ശക്തമായ ക്യാരക്ടറിലൂടെ അത് നമ്മളെ കാണിക്കുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ വിടുതല എന്നൊരു പടം ഗംഭീര വിജയമായ പടം കൂടിയാണ് കേട്ടോ. സൂര്യ എന്നൊരു നടന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടു. അവസാന സസ്പെൻസ് ഒക്കെ ഇട്ടാ പോകുന്നുള്ളത്. ഒരു വിഘടനവാദി നേതാവിനെ പിടിക്കാൻ വന്ന ഒരു പോലീസുകാരന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ പടത്തിൽ കണ്ടു. കാട്ടിലെ ട്രൈബൽ ഏരിയയിലെ ആളുകളുടെ ബുദ്ധിമുട്ടും പോലീസിന്റെ ബുദ്ധിമുട്ടുകളും അവരുടെ ഭക്ഷണ രീതികളും അവിടെ അവരനുഭവിക്കുന്ന പീഡനങ്ങളും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അവരനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ നമ്മൾ ആ പടത്തിൽ കണ്ടു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വെച്ച് വലിയൊരു സംഭവത്തിലാണ് അവിടെ നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഓക്കെ അല്ലേ? വിടുതല 2. கட்டமைச்சிருக்கிற இந்த ஜாதி மதம் பிரிவினைவாதம் இதை வச்சு உங்க அமைப்பால் அரசியல் பண்ண முடியாம போச்சு. அப்ப ஆரம்பிச்சது இந்த பயம். அந்த பயத்தால தான் எங்களை பிரிவினைவாதிகள்னு பிரச்சாரம் பண்றீங்க. பெரும்பாலும் அரெஸ்ட் பண்ணிருக்கிறதா சொல்றாரு. சிஎம் சார் வீட்டுக்கு போன் பண்ணுங்க. வன்முறை எங்க மொழி இல்லை, ஆனா எங்களுக்கு அந்த மொழியும் பேச മഞ്ജു ചേച്ചി അവിടെ വരുന്നൊരു ഇവരുടെ വരുന്ന ഒരാളാണ്. കല്യാണം പെണ്ണിക്കുക கோர்ட்ல ப்ரொடியூஸ் பண்ணா இந்த பெருமாள் யார், அவன் எங்க பிறந்தான், என்ன படிச்சான், எதுக்காக நம்ம கவர்மெண்ட் எதிர்த்து சண்டை போடுறான், ஒடுக்கப்பட்ட மக்களுக்காக போராடின எல்லோரும் விஜய் சேதுபதியுடைய மகாலட்சுமியை கொண்டுலாம்பா. சரியான நேரம் வரும்போது செய்யும். ஒடுக்கப்பட்ட மக்களோட நிக்கிற எல்லோருமே நம்முடைய தோழர்கள் தான். என்ன மாதிரி படிக்காத ஒருத்தன் தண்டவாளத்துல தலை வச்சு படுத்தனாலதான் ஒன்ன மாதிரி ஒருத்தன் படிச்சு நீங்க உட்கார்ந்து இருக்க. உனக்கான பயணத்தை பாதை காட்டு. സൂരി ചെങ്കൽപ്പേട്ടാണ് ഈ പടം ഷൂട്ട് ചെയ്തുള്ളത്. அங்கேயே இறங்கி தாக்குதல் நடத்தி அவரை கூட்டிட்டு வரும். பெட்டர் நைட் அவனை ஜாம்ல வைக்காத. சேஃபான இடத்துக்கு ஷிஃப்ட் பண்ணு. முரேசா, மறுபடியும் நீங்க தானா? தப்பிச்சிடக்கூடாது. ഗംഭീരമായിട്ട് മേക്കിംഗ് ആട്ടോ. ക്യാമറ എടുത്തു പറയണം. വിടുതല 2. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കട്ടയ്ക്ക് നിൽക്കുന്നത് കേട്ടോ, ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിഗംഭീര ട്രെയിലർ. ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ട ആളുകൾ എന്തായാലും സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുക, യാതൊരു സംശയമില്ല. ജയ് മോഹൻ ഇതിന്റെ തുണൈവൻ എന്നൊരു നോവല്, ചെറുകഥ, അതിന്റെ 2ാം ഭാഗമാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ജയരാജ് തന്നെയാണ് കേട്ടോ. വലിയ കാസ്റ്റിംഗ് ഉണ്ട് പടത്തില്. സൂര്യ, വിജയ് സേതുപതി, ഭവാനി, ഗൗതം വാസുദേവൻ, രാജീവ് മേനോൻ, ഇളവരസ്, ബാലാജി ശക്തിവേൽ. ക്യാമറ ആരാ കൈകാര്യം ചെയ്തുള്ളത്? ഫോട്ടോഗ്രാഫി 23-ലാണ്. സംഗീത ഇളയരാജ, ഛായാഗ്രഹണം ആർ വേൽരാജ്. അനുരാഗ് കശ്യപ് മെയിൻ റോളിൽ വരുന്നുണ്ട്. ഗൗതം വാസുദേവൻ, ഭവാനി ശ്രീ. അപ്പോൾ പടം ഇപ്പോൾ ഡിസംബർ 20 റിലീസാണ്. അതിനു മുമ്പ് ജനുവരി 30 ഇന്റർനാഷണൽ ചലച്ചിത്രോത്സവത്തിൽ ഈ പടം റിലീസ് ഉണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും ഭയങ്കര പ്രതീക്ഷയുള്ള പടമാണ്. ആർ രാമൻ ഇതിൻ്റെ എഡിറ്റർ. ഇവർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ പടം എഡിറ്റിങ്ങിലൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. ക്യാമറ, ഇളയരാജയുടെ മ്യൂസിക്, മഞ്ജു ചേച്ചിയുടെ അതിഗംഭീര പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. വിപ്ലവമാണ് അതിപ്പോൾ നമുക്കറിയാം. ഈ പടം ഫസ്റ്റ് പാർട്ട് കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക്. അവരെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കഥ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് പറയുന്ന ആളാണ്. ഇപ്പൊ നമ്മൾ മാമന്റെ തന്നെ പടം കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും. അതിൽ അവർ ചെയ്തു വെച്ചുള്ളത് വെട്രിമാരൻ പടങ്ങള് അത് വേറെ ലെവലായിട്ട് തന്നെ ചെയ്തു വെച്ചുള്ളത്. കർണൻ ഈ പടം എന്ന് വെച്ച് അങ്ങേറ്റം വെയിറ്റ് ചെയ്തൊരു പടമാണ്. ട്രെയിലർ രക്ഷയില്ല, വെയിറ്റിംഗ്.